കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്ന് മരിച്ച ബിന്ദുവിന്റെ മകൾ നവമിയെ തുടർ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെയാണ് നവമിയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കുന്നത്. ബിന്ദുവിന്റെ കുടുംബത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സന്ദർശിച്ചു. അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമായതിനാലാണ് ബിന്ദുവിന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് പോലും കാത്തുനിൽക്കാതെ മകൾ നവമിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വീഴ്ചയിൽ നടുവിനേറ്റ പരിക്കും തുടർന്ന് കഴുത്തിനേറ്റ അണുബാധയും കാരണം 2 ശസ്ത്രക്രിയയാണ് നവമിക്ക് വേണ്ടത്. പ്രത്യേക മെഡിക്കൽ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് സൗജന്യമായാണ് തുടർ ചികിത്സ. ബിന്ദുവിന്റെ മരണത്തിന് പിന്നാലെ നവമിയുടെ ചികിത്സ സർക്കാർ ഏറ്റെടുത്തിരുന്നു. സർക്കാരിന്റെ സഹായം ആശ്വാസമായെന്ന് ബിന്ദുവിന്റെ ഭർത്താവ് ബിസ്രുദൻ 24-നോട്. തീർച്ചയായും ഒരു സഹായമായി നമ്മളിവിടെ കൂടി ചികിത്സിക്കും. അസുഖം മാറണ്ടേ, പഠിക്കാൻ പോകണം. ശസ്ത്രക്രിയക്കായി കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നവമിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വ്യാഴാഴ്ചയാണ് കെട്ടിടം തകർന്നുണ്ടായ ദാരുണാപകടത്തിൽ ബിന്ദു മരിച്ചത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തലയോലപ്പറമ്പിലെ ബിന്ദുവിന്റെ വീട്ടിലെത്തി കുടുംബത്തെ സന്ദർശിച്ചു. ഇത് മിനിമം ഒരു കോമ്പൻസേഷൻ സംസ്ഥാന സർക്കാർ ചെയ്യണം. ഒരു കുറ്റകരമായ ഒരു അനാസ്ഥയായിരുന്നു എന്നാണ് ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ കുടുംബത്തിന് വേണ്ടി എല്ലാവിധ സഹായം സംസ്ഥാന സർക്കാർ നൽകണം. ധനസഹായം, സ്ഥിരം തൊഴിൽ ഉൾപ്പെടെ ഉന്നയിച്ച ആവശ്യങ്ങളിൽ സർക്കാർ ഇടപെടൽ കാത്തിരിക്കുകയാണ് ബിന്ദുവിന്റെ കുടുംബം. 24 കോട്ടയം.